ജയ്ക്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഒരു രാജേട്ടനെ ഐ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജേട്ടൻ മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോ ഖലീഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ ഇടുമ്പോൾ ഈ 20കളിൽ ഒരു 40കാരുടെയും ഒരു മിഡ് 30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പൊ ഫോട്ടോക്ക് എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ആയിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിറലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിറലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിലും ഉള്ളതുകൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ എന്റെ പാട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കും. നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാരവനിൽ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്ക് എന്താ വയ്യേ എനിക്ക് ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനുവേണ്ടി നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡ് ആയ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണോ അതിന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിലും അങ്ങനെയായിരിക്കും. സോ ഐ ഓൺലി ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 40, 60, 30 കണക്കെനിക്ക് അറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് good for a 43-year-old.